ഇറാൻ രാഷ്ട്രീയത്തിൽ അത്ഭുതപൂർവമായ അധികാര മാറ്റത്തിന് കളമൊരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫെബ്രുവരി 28-ന് നടന്ന US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി ചുമതലയേൽക്കാനിരുന്ന മുസ്തഫ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിതാവ് അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ മുസ്തഫ കൂടി അവശനായതോടെ രാജ്യത്തിന്റെ ഭരണം പൂർണ്ണമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാർ ഏറ്റെടുത്തതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഒരു കോർപ്പറേറ്റ് ഡയറക്ട് ബോർഡിന് സമാനമായാണ് മുസ്തഫ രാജ്യം ഭരിക്കുന്നതെങ്കിലും നിർണായകരമായ എല്ലാ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും സൈനിക ജനറൽമാരുടെ കയ്യിലാണ്. ആക്രമണത്തിൽ മുസ്തഫയുടെ ഭാര്യയും മകനും കൊല്ലപ്പെട്ടതായും അദ്ദേഹം ഇപ്പോൾ അതീവ രഹസ്യമായി പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സയിലാണെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. പൗരോഹിത്യ ഭരണകൂടത്തിൽ നിന്ന് സൈനികാധിപത്യത്തിലേക്കുള്ള ഈ മാറ്റം മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഫെബ്രുവരി 28-ന് നടന്ന US-ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മുസ്തഫ ഖമേനിക്ക് അതീവ ഗുരുതരമായ പരിക്കുകളാണ് ഏറ്റതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കാൽ പൂർണ്ണമായും തകർന്നിരുന്നു. അത് പിന്നീട് മുറിച്ചു മാറ്റിയതായും പകരം കൃത്രിമ കാൽ പിടിപ്പിക്കാനുള്ള നടപടികൾ നടക്കുന്നുണ്ടെന്നുമാണ് വിവരം. കൂടാതെ പരിക്കേറ്റ അദ്ദേഹത്തിന്റെ കയ്യിൽ സങ്കീർണമായൊരു ശസ്ത്രക്രിയയും നടത്തിയിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ മുസ്തഫയുടെ മുഖത്തും ചുണ്ടിനും കടുത്ത പൊള്ളലേറ്റു. അദ്ദേഹത്തിന്റെ ശാരീരിക രൂപത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചതിനാൽ മുഖത്തിന്റെ പഴയ രൂപം വീണ്ടെടുക്കാൻ പ്ലാസ്റ്റിക് സർജറി അത്യാവശ്യമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ചുണ്ടിനും ശ്വാസനാളത്തിനും പരിക്കേറ്റതിനാൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ വ്യക്തമായി സംസാരിക്കാൻ പ്രയാസമുണ്ട്. ഇക്കാരണത്താൽ പൊതുസമൂഹത്തോടും ഉദ്യോഗസ്ഥരോടും ആശയവിനിമയം നടത്താൻ ശബ്ദ സന്ദേശങ്ങൾക്ക് പകരം രേഖാമൂലമുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നിലവിൽ ഉപയോഗിക്കുന്നത്. ഇസ്രായേലിന്റെ ചാര സംഘടനകൾ ഇദ്ദേഹത്തിന്റെ ലൊക്കേഷൻ കണ്ടെത്തുന്നത് ഭയന്ന് അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ രഹസ്യ കേന്ദ്രത്തിലാണ് ചികിത്സ നടക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിന്റെയും ആരോഗ്യമന്ത്രിയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് മുസ്തഫയുടെ ആരോഗ്യകാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. മുസ്തഫ ഖമേനിയുടെ പരിക്കും അയത്തുള്ള അലി ഖമേനിയുടെ മരണവും ഇറാൻ ഭരണകൂടത്തിന്റെ പൗരോഹിത്യ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. നിലവിൽ രാജ്യത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ജനറൽമാരുടെ കയ്യിലാണ്. വിദേശ നയം, സൈനിക നീക്കങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ സൈന്യം പാടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അസാബ് അഗാരിയുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും പകരം പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഷിന് വിദേശകാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇറാൻ ചരിത്രത്തിൽ ആദ്യമായി US-ഉമായുള്ള വെടിനിർത്തൽ ചർച്ചകളിൽ മുതിർന്ന IRGC കമാൻഡർമാരെ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലുമായുള്ള സൈനിക നീക്കങ്ങളും സമുദ്രപാതകൾ അടയ്ക്കുന്നത് പോലെയുള്ള നിർണായക തീരുമാനങ്ങളും ഇപ്പോൾ ജനറൽമാരാണ് എടുക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ഡയറക്ട് ബോർഡിന് സമാനമായ മുസ്തഫ ഇപ്പോൾ ഭരണം നടത്തുന്നതെങ്കിലും യഥാർത്ഥത്തിൽ തീവ്ര നിലപാടുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് ടെഹ്റാനിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും ഇപ്പോൾ ആഭ്യന്തര കാര്യങ്ങളിലും അവശ്യ സാധനങ്ങളുടെ വിതരണം പോലെയുള്ള ദൈനംദിന ഭരണപരമായ കാര്യങ്ങളിലും മാത്രമായി ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ നയതന്ത്ര സൈനിക മേഖലകളിൽ സൈന്യം പിടിമുറുക്കിയിരിക്കുന്നു. മുസ്തഫ ഖമേനിയുടെ പരിക്കും ഇറാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അയത്തുള്ള അലി ഖമേനിയുടെ സ്വാഭാവിക പിൻഗാമിയായി ലോകം കണ്ടിരുന്ന മുസ്തഫയ്ക്ക് പരിക്കേറ്റത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് സർജറിയും ദീർഘകാലത്തെ വിശ്രമവും അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. പൗരോഹിത്യ ഭരണകൂടം പതുക്കെ സൈനികാധിപത്യത്തിലേക്ക് മാറുന്നത് ഇസ്രായേലുമായും അമേരിക്കയുമായുള്ള ഇറാന്റെ സംഘർഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ നിഷ്പ്രഭമാക്കി IRGC ജനറൽമാർ തീരുമാനങ്ങൾ എടുക്കുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണവും എണ്ണ വ്യാപാരവും സംബന്ധിച്ച കടുത്ത തീരുമാനങ്ങൾ സൈന്യം ഉൾക്കൊള്ളുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ മുസ്തഫ ഖമേനിയുടെ ആരോഗ്യസ്ഥിതിയും IRGCയുടെ രാഷ്ട്രീയ നീക്കങ്ങളുമാണ് വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാവി നിശ്ചയിക്കുക. പൗരോഹിത്യത്തിന്റെ തണലിൽ നിന്ന് സൈനിക ശക്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് ഇറാൻ പൂർണ്ണമായി മാറുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.